പലരുടെയും ഒരു പ്രധാന സംശയമാണ് അരണ വീടിനുള്ളിൽ വന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നത്. ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായ വശവും ഇസ്ലാമികമായ കാഴ്ചപ്പാടും നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി ഇതിന്റെ ശാസ്ത്രീയ വശം നോക്കിയാൽ അരണയ്ക്ക് വിഷമുണ്ട് എന്നുള്ളത് വെറും ഒരു തെറ്റായ ധാരണ മാത്രമാണ്. അരണ കടിച്ചാൽ ഉടനെ മരണം സംഭവിക്കുമെന്നൊക്കെ പണ്ടുള്ളവർ പറയാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അരണ ഒരു വിഷമില്ലാത്ത ജീവിയാണ്. മനുഷ്യരെ കണ്ടാൽ ഭയന്നോടുന്ന സ്വഭാവമാണ് ഇവയ്ക്കുള്ളത്. പാമ്പും അരണയും തമ്മിൽ ബന്ധമുണ്ടെന്നോ അരണ കടിച്ചാൽ പാമ്പ് കടിക്കുമെന്നോ ഉള്ള പ്രചാരണങ്ങൾ വെറും അന്ധവിശ്വാസങ്ങൾ മാത്രമാണ്. പ്രായോഗികമായി നോക്കിയാൽ ചെറിയ പ്രാണികളെയും ഇഴജന്തുക്കളെയും ഭക്ഷിക്കാനാണ് ഇവ വീടിനുള്ളിലേക്ക് വരുന്നത്. വൃത്തിയുടെ ഭാഗമായി നമുക്കിവയെ വീട്ടിൽ നിന്ന് പുറത്താക്കാം എന്നല്ലാതെ പേടിക്കേണ്ട യാതൊരു സാഹചര്യവുമില്ല. ഇനി ഇതിന്റെ ഇസ്ലാമികമായ വശം നോക്കുകയാണെങ്കിൽ അരണ വീടിനുള്ളിൽ വരുന്നത് എന്തെങ്കിലും ശകുനക്കേടാണെന്നോ ആപത്തിന്റെ ലക്ഷണമാണെന്നോ വിശ്വസിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ്. നന്മയും തിന്മയും അല്ലാഹുവിൽ നിന്നാണെന്നും ഒരു ജീവിക്കും സ്വയം ഗുണമോ ദോഷമോ വരുത്താൻ കഴിയില്ലെന്നുമാണ് വിശ്വാസം. അതുകൊണ്ടുതന്നെ അരണയെ കാണുന്നത് ദോഷമാണെന്ന ചിന്ത ഒഴിവാക്കേണ്ടതാണ്. ഇസ്ലാമിക കർമ്മശാസ്ത്രപ്രകാരം അരണയെ ഭക്ഷിക്കൽ അനുവദനീയമല്ല. ഉപദ്രവകാരിയല്ലാത്ത പക്ഷം ഒരു ജീവിയെയും വെറുതെ കൊല്ലുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിനാൽ വീടിനുള്ളിൽ അരണയെ കണ്ടാൽ ഭയപ്പെടാതെ ഒരു വടിയോ മറ്റോ ഉപയോഗിച്ച് അതിനെ പുറത്തേക്ക് ഓടിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം. ഇത്തരം അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തിക്കുക.